നല്ല പ്രേക്ഷകർക്ക് ന്യൂസ് പി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പെടേനയിലെ അമ്മയെന്നറിയപ്പെടുന്ന പെടേന അംഗൻവാടിയിലെ മേരി ടീച്ചറെയാണ്. ശരിക്കും പറഞ്ഞാൽ ടീച്ചർ പെടേന അംഗൻവാടിയിൽ ശരിക്കും പെടേന നാട്ടിലെ തന്നെ എത്രയോ വർഷങ്ങളായി കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ടീച്ചറെ നമുക്ക് ആദ്യം പരിചയപ്പെടുത്താം. ടീച്ചറെ നമസ്കാരം. നമസ്കാരം. എത്ര കൊല്ലമായി ടീച്ചറെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്? 94 ഏകദേശം 30 വർഷം കഴിഞ്ഞു. 11 വർഷമായി. അധികവും ജോലി ചെയ്തത് പെടേന അംഗൻവാടിയിലാണെന്ന് തോന്നുന്നില്ല. എന്താണ് പെടേന നാട്ടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എല്ലാവരും നല്ല മനുഷ്യരാണെന്നാണ് ടീച്ചർ പറയുന്നത്. മാത്രമല്ല മുസ്ലിം മജോറിറ്റി ഉള്ള സ്ഥലമാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ആ അവിടുത്തെ ഒരു നിങ്ങളുടെ ഈ 31 വർഷത്തെ ജീവിത ശൈലി ഇത് അധ്യാപന ജീവിതത്തെ കുറിച്ചൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അനുഭവങ്ങൾ പറഞ്ഞാൽ ആരംഭം മുതൽ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. പറഞ്ഞോളൂ. എൻ്റെ അനുഭവങ്ങളാണ് ഒത്തിരി അവിടെ എനിക്ക് പറയാനുള്ളത്. നല്ലൊരു മനസ്സിനുടമകളാണ് ആ പ്രദേശത്തുള്ള ആളുകൾ. കാരണം ഞാൻ ചെന്ന കാലം മുതൽ എനിക്ക് വേണ്ടുന്ന സകല സഹായങ്ങളും ചെയ്തു തന്ന്. ഞാനവിടെ ചെല്ലുന്ന സമയത്ത് ആദ്യം ഞാനവിടെ ചെന്ന അന്ന് 8 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അവർ പറഞ്ഞു ഇവിടുന്ന് എങ്ങനെയും അന്നൊരു താൽക്കാലിക കെട്ടിടത്തിലായിരുന്നു അംഗൻവാടി, ഇവിടുന്ന് പൂട്ടിപ്പോകണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പൂട്ടിപ്പോകും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ടീച്ചർ പെട്ടെന്ന് സ്ഥലം മാറിപ്പോയി, അവിടുന്ന് പൂട്ടിപ്പോവുകയാണെന്ന് അറിഞ്ഞപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളെ ആരെയും വിട്ടില്ല. അതൊരു നവംബർ 12-ാം തീയതിയാണ് ഞാനവിടെ നവംബർ 9-ാം തീയതിയാണ് ഞാനവിടെ ചെല്ലുന്നത്. ആ നവംബർ 14-ാം തീയതി ഞാൻ ആയപ്പോഴേക്കും എനിക്ക് തോന്നുന്നു 30-ലധികം കുട്ടികളുമായിട്ട് അന്നത്തെ നവംബർ 14 ശിശുദിനം ആഘോഷിക്കാനിടയായി. അത് തന്നെ ജനങ്ങൾക്കെല്ലാം ഒരു വലിയൊരു ഇതായിരുന്നു. കാരണം ആ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അംഗനവാടിക്കാണ് എന്ന് പറഞ്ഞ് ഒരു മനുഷ്യരോട് ഒരു കാര്യം ചോദിച്ചാൽ നോ എന്ന് വരെ ആരും ഒരു വസ്തുവിനെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. എല്ലായിടത്തും ഫീഡിങ്ങൊക്കെ ഇൻട്രപ്ഷൻ വരാറുണ്ട്. കാരണം ഭക്ഷണ സാധനങ്ങളില്ല, ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല, ഫണ്ടില്ലാതെയൊക്കെ പല സ്ഥലത്തും വരാറുണ്ട്. പക്ഷേ ഇല്ല, ഫുഡില്ല എന്ന് പറഞ്ഞാൽ ചാക്ക് കണക്കിന് ഭക്ഷണ സാധനങ്ങൾ, അരിയായിരുന്നാലും ചാക്കിന് കുറുകെ അരിയൊക്കെ ഒരു ചാക്ക് അരിയൊക്കെ കൊണ്ടുത്തന്ന സംഭവങ്ങളുണ്ട് എൻ്റെ അംഗൻവാടിയിൽ. ഇന്ന് വരെ ഒരു കാര്യത്തിന് എല്ലായിടത്തും പച്ചക്കറി ചീഞ്ഞു പോകുന്നു എന്നൊരു ദിവസം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അന്ന് അവിടെ ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജ് കൊണ്ടുത്തന്നു. എന്ത് കാര്യമായിരുന്നാലും അംഗനവാടിക്ക് വേണ്ടി, പെടേന അംഗനവാടിക്ക് വേണ്ടി എന്ത് കാര്യവും നാട്ടുകാർ ചെയ്തു തരും. ഉദ്ഘാടന സമയത്താണെങ്കിലും ഇന്ന് വരെ എനിക്ക് പെടേനെക്കുറിച്ച് പറയുമ്പോൾ 100 നാവാണ്. കാരണം അത്രയ്ക്കും പൊതു സഹകരണമുള്ള ഒരു നാടാണ്. പക്ഷേ കെട്ടിടങ്ങളൊക്കെ അംഗനവാടിയുടെ കെട്ടിടം മോശമാണ്. കാരണം 1,00,000 രൂപ മാത്രം തന്നിട്ട് പഞ്ചായത്ത് 1,00,000 രൂപയ്ക്ക് 74,000 രൂപയുടെ അരിയാണ് തന്നിട്ട് അന്ന് അവിടെ അംഗൻവാടി കെട്ടിടം പണിയാനിടയായത്. ഇന്ന് വരെ അംഗനവാടിക്ക് വേണ്ടി ഒരു 20 കൊല്ലത്തോളം കിണർ കുത്തി വെച്ചിട്ട് ഈ കഴിഞ്ഞ വർഷമാണ്, കഴിഞ്ഞ ഏപ്രിൽ മാസം 2023 ഏപ്രിലാണ് ഞങ്ങൾക്ക് ആ കിണറിലൊരു മോട്ടർ വെച്ച് തന്നത്. കാരണം കുടിവെള്ളം ഇല്ലാതെ വളരെ കഷ്ടപ്പെടുകയാണ്. ഇപ്പോഴും അതെ. മോട്ടർ വെച്ചത് തന്നെ ഒത്തിരി താഴ്ചയിലുള്ള 350 അടി താഴ്ചയുള്ള 335 അടി താഴ്ചയുള്ള കിണറിൽ 250 അടി പൈപ്പ് മോട്ടറേ അതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. ഈ പഠിപ്പിച്ച കാലഘട്ടം ഉണ്ടല്ലോ ടീച്ചറെ, മാത്രമല്ല ഈ കുട്ടികളുമായുള്ള ഒരു ഇടപെട്ടുകൊണ്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ഒരു അനുഭവങ്ങൾ പറഞ്ഞു തരാൻ പറ്റുമോ? കുട്ടികളുമായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ഇന്നും ആ കുട്ടികളൊക്കെ എനിക്ക് 2021 എനിക്ക് തോന്നുന്നത് ഒരു വർഷം ഞങ്ങൾ ഓഗസ്റ്റ് 15-നോടനുബന്ധിച്ച് ഒരു പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു പരിപാടി വെക്കുകയുണ്ടായി. അപ്പം ഞാനിങ്ങനെ മക്കളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ നമുക്കൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം വെക്കാം അവിടെ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവന്മാർ പറഞ്ഞു
മീശയുള്ളവർ മാത്രം വന്നാൽ മതി. അവരുടെ ഒരു അനുഭവത്തിൽ അവർ പറഞ്ഞ മീശയുള്ള ആളുകളും താടി വെച്ച ആളുകളും വന്ന് നമുക്കെല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്നിട്ട് ടീച്ചറുമായിട്ട് നമുക്കൊന്നിച്ച് ഫോട്ടോ എടുക്കാം. അതൊരു വലിയ അനുഭവമായിട്ട് എനിക്ക് തോന്നി. ഞങ്ങളുടെ ഒത്തിരി കുട്ടികൾ ഞങ്ങളുടെ അപൂർവ വിദ്യാർത്ഥികളാണെന്ന് തന്നെ പറയാൻ അതിശയം തോന്നത്തക്ക വിധത്തിലുള്ള ഇപ്പം എൻ്റെ അംഗൻവാടിയിലെല്ലാം പഠിപ്പിക്കുന്ന കുട്ടികളെല്ലാം പഴയ കുട്ടികളുടെ പഠിപ്പിച്ച കുട്ടികളുടെ മക്കളാണ് ഇപ്പം എല്ലാ കുട്ടികളും ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോഴത്തെ ഒരു അനുഭവം പറഞ്ഞാൽ എത്രയോ വർഷം മുമ്പ് അംഗൻവാടിയിൽ നിന്ന് പോയി വേറെ ആ പ്രദേശത്ത് വേറെ അംഗൻവാടി ഉണ്ട് ഇപ്പോഴും. എങ്കിലും ആ കുട്ടിയെ വളരെ ത്യാഗം സഹിച്ച് ആ അമ്മ എൻ്റെ അടുത്താണ് കൊണ്ടുവിടുന്നത്. അതുപോലെ തന്നെ പെരുവാമ്പ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് കുറേ ദൂരം വാഹനത്തിന് 160 രൂപയാണ് ഒരു ദിവസം അവർക്ക് ഓട്ടോ കൂലി. എങ്കിലും തൊട്ടടുത്ത് വേറെ അംഗൻവാടി ഉണ്ട്. എങ്കിലും ആ കുട്ടിയെ എൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവിടുന്നത്. കാരണം അവരുടെ പൂർവികർ പഠിച്ച ഒരു അംഗൻവാടി എന്ന നിലയ്ക്ക് ഇപ്പോഴും അംഗൻവാടിയോടുള്ള ഒരു സ്നേഹവും ബന്ധവും അവർക്ക് അങ്ങനെയാണ്. എനിക്ക് ആ നാടിനോടുള്ള ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യരോട് അങ്കണവാടിക്കാണ് എന്ന് പറഞ്ഞൊരു വസ്തു ചോദിച്ചാൽ നോ എന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. കാരണം പൊതുജന പങ്കാളിത്തത്തിൽ കൊണ്ടുപോകേണ്ട ഒരു സ്ഥാപനമാണ് അംഗനവാടി. പൊതുജനങ്ങളെല്ലാവരും അത്രത്തോളം ഒരു സഹകരണമാണ്. എന്താവശ്യങ്ങൾക്കും അംഗൻവാടിക്ക് വേണ്ടി വളരെ ഹെൽപ്പാണ്. അപ്പോൾ ടീച്ചർ ഇപ്പോൾ 31 വർഷമായി പഠിപ്പിക്കുന്നു. ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അതായത് നമ്മൾ 31 വർഷം മുമ്പത്തെ അവസ്ഥയും ഇന്നത്തെ പഠന നിലവാരവും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. വളരെ വ്യത്യാസമുണ്ട് സാറേ, അത് പറയാതിരിക്കാൻ വയ്യ. അന്ന് എന്ന് പറഞ്ഞാൽ 67 കുട്ടികളെയൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പഠിപ്പിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് ദേഷ്യപ്പെടാമായിരുന്നു, ദേഷ്യപ്പെടുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു. കുട്ടികളെ നിയന്ത്രിക്കണമെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്തേ മതിയാവുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു കാരണവശാലും കുട്ടികളെ ദേഷ്യപ്പെടാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ നിലവാരം അങ്ങനെയാണ്. ഇന്ന് 20-ൽ താഴെ കുട്ടികളേ ഉള്ളൂ. പക്ഷേ ആ കുട്ടികളെ ഒരു വഴക്ക് പറയാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ് ഞങ്ങൾ ഇന്ന്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു നല്ലൊരു അനുഭവം പറയാനുള്ളത്, എൻ്റെ അടുത്ത് ഒത്തിരി ഡിസബിലിറ്റീസായ കുട്ടികളെ കൊണ്ട് വിട്ടിട്ട് ഒത്തിരി, അതായത് വൈകല്യമുള്ള കുട്ടികളെ അന്യ നാടുകളിൽ നിന്ന് ഇവിടെ തൊട്ടടുത്ത പെരുവാമ്പ അല്ലെങ്കിൽ കൂമ്പംകുന്ന് അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ വാടകയ്ക്ക് നിന്നിട്ട് അവരുടെ കുട്ടികളെ എൻ്റെ അടുത്ത് കൊണ്ടുവിട്ടിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 14-15ഓളം കുട്ടികളെ ഞാൻ എൻ്റെ അംഗനവാടിയിൽ നിന്ന് അവരെ നല്ല ഏബിൾഡ് ആക്കിയിട്ട് നല്ല കഴിവുള്ള കുട്ടികളാക്കിയിട്ട് അവരെ പുറത്തിറക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരു 2 കുട്ടികൾ എൻ്റെ അംഗനവാടിയിൽ ഇപ്പോഴും ഉണ്ട്. അവനെ ഈ വർഷം സ്കൂളിൽ വിടാൻ ഞാൻ പറഞ്ഞിട്ടും അമ്മ സമ്മതിക്കുന്നില്ല. അടുത്ത വർഷവും കൂടെ നിൽക്കട്ടെ ടീച്ചറെ എന്ന് പറഞ്ഞിട്ട് അവർ നിൽക്കുന്നത്. ഒരു വർഷവും കൂടെ നിൽക്കട്ടെ. ഇപ്പോൾ അവൻ ആചർ ടീച്ചറിന് പറയും. ആചർ പറയാൻ നേരമാകുമ്പോൾ അവൻ അവിടുന്ന് വേഗം ഓടി വന്ന് എൻ്റെ പുറകിൽ ഇവിടെ കയറി ഇതിൻ്റെ പുറകിൽ അപ്പം എന്നെ ഉന്തി ഇങ്ങനെ മാറ്റി ഇരുത്തിയിട്ട് അവൻ ഇവിടെ നിന്നിട്ട് എൻ്റെ കഴുത്തെ പിടിച്ചിട്ടേ അവൻ പറയുള്ളൂ. എൻ്റെ മുഖത്ത് നോക്കി പറയല. ഇവിടെ നിന്നിട്ട് അവൻ ആചർ ടീച്ചർ എന്ന് പറയും. അത്രയും നല്ലൊരു മിടുക്കനൊരു മോനാണ് എല്ലാം. അപ്പോൾ ടീച്ചറുടെ അനുഭവങ്ങൾ 3 പതിറ്റാണ്ട് കാലത്തെ അനുഭവങ്ങൾ നമ്മളുടെ മുമ്പിൽ വിശദീകരിച്ചു. ടീച്ചർക്ക് ഇനി എത്ര വർഷമുണ്ട്? 2027 മാർച്ച് 30. ഇനിയും 2 വർഷമുണ്ട്. ആ വർഷവും നല്ല രീതിയിൽ തന്നെ നാട്ടുകാരുടെ അമ്മയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്